Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304. For semester 6, Civil Engineering students, KTU. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 6. Today's topic, Analysis of Prestressed Concrete Beams, Problems. Module 6, Prestressed Concrete, Problems. Question number 1. A simply supported prestressed concrete beam of a rectangular cross-section 200 mm by 300 mm is loaded with a live load of 4 kN per meter over a span of 6 meter. Determine the magnitude of an effective prestressing force required for no tension condition, and the tension is first case straight and concentric, second case straight and eccentric with an eccentricity of 50 mm, 50 mm, third case parabolic with an eccentricity of 100 mm at midspan. Okay, ഇതാണ് question. Simply supported prestressed concrete beam ആണ് അനാലിസിസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് 200 mm by 300 mm. ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 4 kN per meter, സ്പാൻ തന്നിട്ടുണ്ട് 6 meter. അങ്ങനെയാണ് പ്രീസ്ട്രസിംഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റിക്വയർഡ് ഫോർ നോ, ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, നോ ടെൻഷൻ കണ്ടീഷൻ. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് 3 കേസിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ടെൻഡൻ സ്ട്രെയിറ്റും കോൺസെൻട്രിക്കും ആവുമ്പോഴും, ടെൻഡൻ സ്ട്രെയിറ്റും എക്സെൻട്രിസിറ്റി വിത്ത് ആൻ എക്സെൻട്രിക് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 50 mm. 50 mm എക്സെൻട്രിസിറ്റിയിൽ ഉള്ളതും അതുപോലെ തന്നെ പരാബോളിക് ടെൻഡൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എക്സെൻട്രിസിറ്റി 100 mm വരുന്നത്. ഇങ്ങനെ 3 കേസിൽ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് നീങ്ങാം. സൊല്യൂഷൻ ഫസ്റ്റ് നമുക്ക് കേസ് 1 എടുക്കാമേ. കേസ് 1. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആൻഡ് കേസ് 1 എന്തായിരുന്നു? ടെൻഡൻ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് കോൺസെൻട്രിക്. ഓക്കെ, കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ തിയറി പാർട്ടിൽ, അനാലിസിസ് പാർട്ടിൽ പറഞ്ഞിരുന്നു. സി ജിയിലൂടെ പാസ് ചെയ്യുമ്പോൾ ആണ് കോൺസെൻട്രിക് ടെൻഡൻ എന്ന് നമ്മൾ പറയുന്നത്. സി ഞാൻ റെക്ടാങ്കുലർ ബീം, ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ്, സ്പാൻ പറഞ്ഞിട്ടുണ്ട് 6 meter, ഗിവൺ ആണ്, ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്. യു ഡി എൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് യു ഡി എൽ ആണ്. സോ നമുക്ക് യു ഡി എൽ അതിൽ ലൈവ് ലോഡ് മാത്രമേ തന്നിട്ടുള്ളൂ, നമുക്ക് ഡെഡ് ലോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് 4 kN. ലൈവ് ലോഡ് എത്രയായിരുന്നു? 4 kN per meter ആണ്. ഇനി എന്താ, ഇതിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. സി, ക്രോസ് സെക്ഷൻ ഞാൻ ഒന്ന് വരയ്ക്കാം. 200 mm വിഡ്ത്തും ഡെപ്ത് 300 ആണ്. 300 mm. ഓക്കെ, നോ ടെൻഷൻ കണ്ടീഷനിൽ വരുമ്പോൾ പ്രീസ്ട്രസിംഗ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് കേസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ദ ടെൻഡൻ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് കോൺസെൻട്രിക്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ചെയ്യേണ്ടത്. ഇതിന്റെ സി ജി, ഈ സെക്ഷന്റെ സി ജി ഞാൻ വരയ്ക്കാം. ദിസ് ഈസ് സി ജി സി. ഓക്കെ, നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്ട്രെയിറ്റും കോൺസെൻട്രിക്കും വരുമ്പം അനാലിസിസിലേക്ക് നീങ്ങാം. ഓക്കെ, മിഡ് സെഷൻ ഞാൻ കൺസിഡർ ചെയ്യുവാണേ. കട്ട് ചെയ്തു, മിഡ് സെഷൻ എടുത്തു. സി, ഫിഗർ ഞാൻ വരയ്ക്കാം. ഓക്കെ, സി ജി ഒന്ന് വരച്ചിട്ടേക്കട്ടെ. ചരിഞ്ഞു പോയല്ലേ? ഓക്കെ, ക്രോസ് സെക്ഷൻ, ദിസ് ഇസ് എ ക്രോസ് സെക്ഷൻ. നമുക്ക് എന്താ, ടെൻഡൻ കോൺസെൻട്രിക് ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് അവർ ടെൻഡൻ കോൺസെൻട്രിക് ആണ്. ഓക്കെ,
മാർക്ക് ചെയ്തു. പി പി ക്ലിയർ? യെസ്. ഓക്കെ, ഞാൻ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാമേ. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കയറാം. ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. പി ബൈ എ പോസിറ്റീവ് പ്ലസ് കോൺസെൻട്രിക് ആണ്, സോ നമുക്ക് എക്സ്റ്റേണൽ വെച്ചിട്ടുള്ള എം ബൈ ഇസഡ്, സാഗിങ് ആണ്, പോസിറ്റീവ് മൈനസ് എം ബൈ ഇസഡ്. സോ നമുക്ക് നെറ്റ് ഇങ്ങനെ. ഓക്കെ, പി ബൈ എ പ്ലസ് എം ബൈ ഇസഡ് ടോപ്പില്, ബോട്ടം ഫൈബറിൽ പി ബൈ എ മൈനസ് എം ബൈ ഇസഡ്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് കംപ്രഷൻ, നെഗറ്റീവ് ടെൻഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ടീഷനിലേക്ക് നീങ്ങാം. നോ ടെൻഷൻ കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. നോ ടെൻഷൻ കണ്ടീഷൻ ഞാൻ കൺസിഡർ ചെയ്തു. സോറി, നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, നമുക്കിനി ഓരോരോ വാല്യൂസ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് പി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എ സെക്ഷന്റെ ഏരിയ, ദാറ്റ് ഈസ് ദിസ് ഈസ് 200 ആൻഡ് ദിസ് ഈസ് 300. സോ 200 by 300, it is 60000 mm square. Then Z section modulus Z B D square by 6, B 200 D 300 square by 6. എത്ര കിട്ടി? പെട്ടെന്ന് കാൽക്കുലേറ്റർ ചെയ്യണേ. 3000000 mm square. ഓക്കെ, ഇനി നമുക്ക് എന്താ ഡബ്ല്യു ടോട്ടൽ ലോഡ് അറിയണം. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. നമുക്ക് ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. ലൈവ് ലോഡ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 4 kN/m. നമുക്ക് ഡെഡ് ലോഡ് ചെയ്യാം. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 24 ഇൻറ്റു ക്രോസ് സെക്ഷൻ നമുക്ക് 200 by 300 ആണ്, 0.2 മീറ്റർ ഇൻറ്റു 0.3 മീറ്റർ. എത്ര വന്നു? യെസ്, 1.44 kN/m. Sorry, per meter. Okay, this is 24 kN/m³ into meter, kN/m. So നമുക്ക് W dead load plus live load, dead load 1.44 plus 4 എത്രയാ? 5.44 kN/m, right? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മാക്സിമം വരുന്നത് W(L²/8). W എത്രയായിരുന്നു? 5.44 ഇൻറ്റു സ്പാൻ L എത്രയാണ് നമുക്ക്? ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 6 മീറ്റർ, 6²/8. 5.44 ഇൻറ്റു 6²/, യെസ്, 24.48 kN/m. നമുക്കതിനെ ന്യൂട്ടൺ MM ആക്കാം. 24.48 ഇൻറ്റു 10⁶6 Nm. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സ്ട്രെസ് അറ്റ് ടോപ്പ് ഫൈബർ ഇക്വേഷൻ എന്താ? P/A പ്ലസ് M/Z. ഇനി സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ P/A മൈനസ് M/Z. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു P/A, അതായത് ബോട്ടത്തിലാണ് എന്താ നോ ടെൻഷൻ കണ്ടീഷൻ വരുന്നത് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഈ ഒരു കേസ് നമുക്ക് അനലൈസ് ചെയ്താൽ മതി. നോ ടെൻഷൻ കണ്ടീഷൻ. ഓക്കെ, ബോട്ടം ഫൈബറിലാണ് നോ ടെൻഷൻ കണ്ടീഷൻ വരുന്നത്. സോ നമുക്ക് ഈ ഒരു കേസ്, കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് നോ ടെൻഷൻ കണ്ടീഷനിലുള്ള പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ചെയ്യേണ്ട കാര്യമില്ല. സോ P/A മൈനസ് M/Z ഗ്രേറ്റർ ദാൻ 0. ഇതിനകത്തേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P കണ്ടുപിടിക്കണം. ഏരിയ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 60000 മൈനസ് M എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 24.48 ഇൻറ്റു 10⁶ ന്യൂട്ടൺ MM വന്നു. ഡിവൈഡ് ബൈ Z എത്രയായിരുന്നു? യെസ്, 3000000. 6 0 ഉണ്ട്, 6 zeros.
equal to 0. P find out ചെയ്തേ. Yes. 489,600 Newton. That means 489.6 kilo Newton. So no tension condition, that means at the bottom fiber ലാണ് നമുക്ക് പ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 489.6 ആണ്. where അവിടെ ടെൻഡൻ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് കോൺസെൻട്രിക് കേസ്. ഇനി നമുക്ക് കേസ് നമ്പർ 2, ടെൻഡൻ സ്ട്രെയിറ്റ് ആണ് ബട്ട് എക്സെൻട്രിക് ആണ് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി 50 mm. നമുക്കിനി അത് നോക്കാം. ഓക്കെ, സെക്കൻഡ് കേസ്, ടെൻഡൻ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് എക്സെൻട്രിക് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 50 mm. സെക്കൻഡ് കേസ് അതാ പറഞ്ഞത്, ടെൻഡൻ സ്ട്രെയിറ്റ് തന്നെ പക്ഷെ എക്സെൻട്രിക്. ക്ലിയർ അല്ലേ? യെസ്. ഈസ് ഇറ്റ് ഓക്കെ? യെസ്, എക്സെൻട്രിക് ആണെന്നാ പറഞ്ഞത്. സോ നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷൻ ഇതാണ്, ലെങ്ത് 6 മീറ്റർ, ക്രോസ് സെക്ഷൻ 200/300, ഡെപ്ത് 300, ദിസ് ഇസ് 200. ഓക്കെ, ടെൻഡൻ ഇപ്പം കോൺസെൻട്രിക് അല്ല, അതായത് സി ജി കൂടി അല്ല പാസ് ചെയ്യുന്നത്. പ്രീസെസിങ് സ്റ്റീല് എക്സെൻട്രിസിറ്റി ഇ മാറിയിട്ട് ഇതാണ് സി ജി എസ്, ഇതാണ്. സോ എക്സെൻട്രിസിറ്റി 50 ആണ് പറഞ്ഞേക്കുന്നത്. സോ പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് ഇസ് പി. ഇതാണ് നമ്മുടെ ടെൻഡൻ. സോ ഈ ഡോട്ടായിട്ട് കാണിച്ചേക്കുന്നതാണ് ക്രോസ് സെക്ഷനിലെ ടെൻഡൻ. സോ ദിസ് ഇസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഓക്കെ, നമുക്കറിയാം മിഡ് സെക്ഷൻ വെച്ച് ഞാൻ കട്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ആണ്. പ്രീസ്ട്രെസിംഗ് ഡ്യൂ ടു ആക്സിൽ പ്രീസ്ട്രെസിംഗ് ലോഡ് P/A പോസിറ്റീവ് ആണ്. ദെൻ ഹോഗിംഗ് മൊമെന്റ് വെച്ചിട്ടുള്ള പ്രീസ്ട്രെസിംഗ് ഫോഴ്സിന്റെ ഹോഗിംഗ് മൊമെന്റ് വെച്ചിട്ടുള്ളത് P/E/Ez. അത് ഹോഗിംഗ് ആണ്. സോ നെഗറ്റീവ് പോസിറ്റീവ് P/Ez. ദെൻ സാഗിംഗ് മൊമെന്റ് വെച്ചിട്ടുള്ള, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള M/Ez. അത് ഹോഗിംഗ് ആണ്, സാഗിംഗ് ആണ്. അപ്പൊ പോസിറ്റീവ്, ഡൗൺ, നെഗറ്റീവ്. സോ ദിസ് ഇസ് ദ നെറ്റ് ഡയഗ്രാം. ടോപ്പ് ഫൈബറിൽ P/A മൈനസ് P/Ez പ്ലസ് M/Z. ബോട്ടം ഫൈബറിൽ P/A പ്ലസ് P/Ez മൈനസ് M/Z. ഓക്കെ, ഇനി നമുക്ക് ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെയും കണ്ടീഷൻ എന്താണ്? നോ ടെൻഷൻ കണ്ടീഷൻ. സോ നമുക്ക് ബോട്ടം ഫൈബറിലാണ് നോ ടെൻഷൻ കണ്ടീഷൻ വരുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ. സോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതിയാവും. ദാറ്റ് മീൻസ് P/A പ്ലസ് P/E/Z മൈനസ് M/Z ഗ്രേറ്റർ ദാൻ 0. വാല്യൂസ് എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇ എത്രയാണ്? 50 mm. സെക്കൻഡ് കേസിൽ പി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഏരിയ എത്രയായിരുന്നു? 200 × 300. ദാറ്റ് മീൻസ് 60000 40 പ്ലസ് P/E 50 ഡിവൈഡ് ബൈ Z എത്രയായിരുന്നു? 3 6 zeros മൈനസ് M എത്രയായിരുന്നു? 24.48 × 10⁻⁶ Newton mm ഡിവൈഡ് ബൈ 3000000 ഈക്വൽ ടു 0. പി ഫൈൻഡ് ഔട്ട് ചെയ്തേ. യെസ്, 244,800 Newton. That means 244.8 kilo Newton. ഓക്കെ, ഇതാണ് സെക്കൻഡ് കേസ്. ഇനി നമുക്ക് ഒരു കേസും കൂടി ഉണ്ട്. തേർഡ് കേസ്, ടെൻഡൻ ഈസ് parabolic with an eccentricity of 100 mm at midspan. തേർഡ് കേസ് പറയുന്നത് ടെൻഡൻ പരാബോളിക് ആണ് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 100 mm. സി, ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷൻ, ലെങ്ത് 6 മീറ്റർ, ക്രോസ് സെക്ഷൻ 200 mm/300 mm. പരാബോളിക് ടെൻഡൻ ആണ് കാണിച്ചേക്കുന്നത്. എക്സെൻട്രിസിറ്റി ഇ ഉണ്ട്, അത് 100 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പരാബോളിക്കിന്റെ കേസ് എന്ന് പറഞ്ഞാൽ എക്സെൻട്രിക്കിന്റെ കേസ് പോലെ തന്നെ സെയിം ആണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, എക്സെൻട്രിസിറ്റി, പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് കാരണം P/A, ഹോഗിംഗ് മൊമെന്റ് എക്സെൻട്രിസിറ്റി വരുമ്പോൾ P/E. സോ സ്ട്രെസ് വരുമ്പോൾ P/E/Z, ഹോഗിംഗ് ആണ് മൈനസ് പ്ലസ്, then external sagging moment M/Z. This is the net diagram. P/A minus P/Z plus M/Z. P/A plus P/Z minus M/Z. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് നോ ടെൻഷൻ കണ്ടീഷൻ ആണ്. ദാറ്റ് മീൻസ് അറ്റ് ദ ബോട്ടം ഫൈബർ. നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. കണ്ടീഷൻ എന്തായിരുന്നു? നോ ടെൻഷൻ കണ്ടീഷൻ. ഓക്കെ, സ്ട്രെസ് അറ്റ് ദ ബോട്ടം extreme fiber, that means P/A plus
P by A plus P into E by Z minus M by Z greater than 0. Value substitute ചെയ്യാം. P ആണ് we have to find out. A നമുക്ക് cross section 200 into 300 plus P find out ചെയ്യണം. E നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ 100 mm ആണ് പറഞ്ഞേക്കുന്നത്. So substitute 100 here. Z എത്രയായിരുന്നു? 3000000 minus M 24.48 into 10 raised to 6 Newton mm divided by Z 3000000 equal to 0. Then find out P equal to. Okay, നമുക്ക് P എത്ര കിട്ടി? Yes, 163,200 Newton. That means എത്രയാ? 163.2 kilonewton. Okay, pre-stressing force. Pre-stressing force അല്ലേ? Yes, pre-stressing force required for no tension condition. Okay, pre-stressing force required for no tension condition. Case 3 163.2 kilonewton. നമ്മൾ case 1 straight and concentric, second case നമ്മൾ straight and eccentric with a 50 mm eccentricity, and third case tendon is parabolic with an eccentricity of 100 mm. സോ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിച്ചത്. നോട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ടോപ്പ് ഫൈബറിലെ സ്ട്രെസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോ ടെൻഷൻ കേസ് ആയതുകൊണ്ട് ബോട്ടം എക്സ്ട്രീം ഫൈബറിലെ ഫോഴ്സസ് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്ത് സ്ട്രെസ് കാൽക്കുലേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഡേ.